ചേട്ടാ, നമ്മുടെ 4ാമത്തെ പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡാണിത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഹോം ലോൺ. അപ്പോൾ ഹോം ലോണിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ചേട്ടനല്ലാതെ വേറൊരാൾ ഈ ഒരു ഫീൽഡിൽ എൻ്റെ മുമ്പിലില്ല. കാരണം 20 വർഷമായിട്ട് ചേട്ടൻ HDFC പോലത്തെ ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത ഒരാളാണ്. നമ്മളും എനിക്ക് തോന്നുന്നു ഒരു 18 വർഷത്തോളമായിട്ട് പല രീതിയിലും ഇതുപോലെ ക്ലയൻസായിട്ടും ഹോം ലോണായിട്ടും ഒക്കെ നമ്മൾ പല രീതിയിലും കണക്റ്റഡ് ആണ്. അപ്പോൾ ഇപ്പം നമ്മളെ തന്നെ പല കസ്റ്റമേഴ്സും വിളിച്ച് പല ഡൗട്ട്സും ഹോം ലോണിൻ്റെ ചോദിക്കാറുണ്ട്. ഞാനതിൽ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് മിക്കവാറും കേസുകളിൽ എനിക്ക് തോന്നുന്നു ഞാൻ ചേട്ടന് റെഫർ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഹോം ലോണിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അതിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു നിമ്മി. എനിക്ക് ഈ അവസരം തന്നതിൽ. വർഷങ്ങളോളമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പാണ്. ലോണുമായി ഞാൻ നിമ്മിനെ പരിചയപ്പെടുന്നതന്നെ ഹോം ലോണുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അത് തന്നെ ഇവിടെ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരെ കൊണ്ടുവന്ന് എത്തിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് എല്ലാം ആളുകൾക്ക് കൊടുക്കാൻ ഞാനും റെഡിയാണ്. ഓക്കെ, ഇപ്പം ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടൻ ഇപ്പോൾ 20 വർഷമായിട്ട് HDFC പോലത്തെ ഒരു ബ്രാൻഡിൽ വർക്ക് ചെയ്ത ഒരാളാണ് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഒരു DSA പോലെ, ഇപ്പം ഞാൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചേട്ടൻ ഒരു DSA ആയിട്ടാണ് ഇനി അങ്ങോട്ട് ചേട്ടൻ്റെ കരിയർ കൊണ്ടുപോകാനായിട്ട് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് 20 വർഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് മാറിയിട്ട് ചേട്ടൻ ഇങ്ങനെ DSA ആയിട്ട് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അല്ല, അതിന് ഏറ്റവും നല്ല ഉത്തരം നമ്മൾ എവിടെ വെച്ച് കണ്ടോ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. കാരണം നമ്മൾ ആദ്യം ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് തന്നെ ബിൽഡറിന്റെ സ്റ്റാഫായിട്ട് നിമ്മി ഇരിക്കുമ്പോൾ ഞാൻ വന്ന് പരിചയപ്പെടുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും നിമ്മി എന്നെ വിളിക്കാൻ? കാരണം എന്നെ നേരത്തെ പരിചയമില്ലല്ലോ. അവർ പറഞ്ഞിട്ടുണ്ടാവും എന്തുകൊണ്ട് ഇവിടെ നമുക്ക് പ്രോപ്പർട്ടി സെയിൽ വന്ന ലോണിന് വേണ്ടിയിട്ട് HDFC ആളെ വിളിക്കണം, ഇന്ന ആളാണ് എൻ്റെ കോൺടാക്ട് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നിമ്മി എന്നെ വിളിച്ചത്. അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹോം ലോൺ വിറ്റിരുന്ന ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് HDFC ആയിരുന്നു. അതും നമ്മൾ എല്ലാ ബിൽഡർ സെഗ്മെന്റിലും ഏറ്റവും കൂടുതൽ, നിങ്ങൾ ഏത് ബിൽഡർ സെഗ്മെന്റിൽ കസ്റ്റമർ ലോൺ എൻക്വയറി നടത്തിയാൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി എൻക്വയറി നടത്തിയാൽ ലോൺ എന്ന് പറയുമ്പോൾ അവർ ആദ്യം പ്രിഫർ ചെയ്തിരുന്നത് HDFC ആണ്. കാരണം മറ്റൊന്നും കൊണ്ടൊന്നല്ല, HDFCയുടെ പ്രോസസ്സ് ഭയങ്കര സിസ്റ്റം ഓറിയൻറ്റഡ് ആണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്, കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. അത് തരുന്ന ലീഡ് തരുന്ന സെയിൽസ് സ്റ്റാഫ് മുതൽ ബിൽഡർക്ക് വരെ യാതൊരു ടെൻഷൻ ഉണ്ടാവില്ല. ഏത് ടൈമിലാണോ ഡേറ്റ് പറഞ്ഞ പേയ്മെൻറ്റ് വേണമെന്ന് ആ ഓൺ ടൈമിൽ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് വന്നിരിക്കണം. ഒരു ബിൽഡറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളത് അവർക്ക് സമയത്ത് പൈസ കിട്ടാന്നുള്ളതാണ്. അത് HDFC ട്രസ്റ്റ് ചെയ്ത് തന്നത് നമുക്ക് പാലിക്കാൻ പറ്റിയിരുന്നു. അതായിരുന്നു ഞാൻ ഈ 20 വർഷക്കാലം HDFCയിൽ വർക്ക് ചെയ്യാനുള്ള പ്രധാന കാരണം എനിക്ക് ഇത്രയും കംഫർട്ടായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ ഒരു ജോബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് HDFCയിലെ ജോബാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഹോം ലോണിൽ തന്നെ പല ആൾക്കാരും, ഇപ്പം HDFC തന്നെ ഉണ്ടായിരുന്ന പല ആൾക്കാരും പിന്നെ അവർ പല പല ബാങ്കുകളിലേക്ക് മാറിയിട്ട് നമ്മൾ വിളിക്കും, ഞാൻ HDFCന്ന് മാറി. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഇപ്പം HDFC എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ചോദിച്ചു വരുന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മൾ വേറെ ഏതൊക്കെ സ്റ്റാഫുകളെ നമുക്ക് HDFCയിൽ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ ട്രസ്റ്റാണ്. അതായത് ചേട്ടനെ ഒരു ഫയൽ ഏൽപ്പിച്ചാൽ എനിക്ക് പിന്നെ ആ കസ്റ്റമറുടെ പുറകെ നടക്കണ്ട. അതായത് അത് വളരെ കറക്റ്റായിട്ട് ചേട്ടൻ ഫോളോ അപ്പ് ചെയ്ത് അത് ക്ലോസ് ചെയ്ത് അത് റെഡി ആയിട്ടാന്ന് പറയും. ഇനി നടക്കാത്ത കേസാണെങ്കിലും ആ ഫയൽ കാണുമ്പോൾ തന്നെ ചേട്ടൻ പറയും, ഇത് എനിക്ക് തോന്നുന്നില്ല ഇവിടെ നടക്കും എന്നുള്ളത്, വേറെ ബാങ്കിൽ പോയാൽ അത് നടക്കാൻ സാധ്യതയില്ല. അപ്പം എനിക്ക് തോന്നുന്നു റാം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കേസൊക്കെ ചെയ്തത്, അത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കേസ് വരെ സമയമെടുത്തിട്ടാണെങ്കിലും ചേട്ടൻ അത് ചെയ്ത് നമുക്ക് തന്നായിരുന്നു. അപ്പം ആ ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ലോൺ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചേട്ടൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അതുപോലെ ചേട്ടൻ്റെ ഇപ്പോൾ DSA ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പം എല്ലാ കസ്റ്റമേഴ്സും HDFC തന്നെ ചൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പല ആൾക്കാർക്കും പല പല ബാങ്ക് ഉണ്ടാവും, ചിലർക്ക് അവരുടെ പേഴ്സണൽ ബാങ്ക്സ് വരും. അപ്പോൾ അങ്ങനെ എല്ലാ ബാങ്കുമായിട്ട് ഇപ്പം ലോൺ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലൊരു കൺസൾട്ടൻറ്റിന് ഭയങ്കര ഗുണമാണ്. കാരണം നമ്മൾ ഒരു പെർട്ടിക്കുലർ ബിൽഡറിന് വേണ്ടിയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ചേട്ടൻ ചെയ്യുന്ന പോലെ തന്നെ പല ബിൽഡേഴ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല ഇൻഡിപെൻഡൻറ്റ് പ്രോപ്പർട്ടീസാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കാൻ നമുക്ക് പറ്റാന്നുള്ളത് ശരിക്കും പറഞ്ഞൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടുന്ന് HDFC നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യം തന്നെ ചെയ്തത്, നമ്മളൊരു ബാക്കപ്പ് ഓഫീസ് ഉണ്ടാക്കി, നമ്മളൊരു ടീം സെറ്റ് ചെയ്തു, എല്ലാ ബാങ്കുകളുമായിട്ട് ടൈപ്പായി. അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് ഒത്തിരി ഓപ്ഷൻസ് കൊടുക്കാം. അതുമല്ല, കാലം മാറുന്നതോടുകൂടി ബാങ്ക് പോളിസീസ് മാറി തുടങ്ങി. അപ്പോൾ ടൈറ്റൻസ് ആയി. അപ്പോൾ എല്ലാ കസ്റ്റമർക്ക് നമുക്ക് എല്ലാ പ്രൊഡക്ട്സും സെയിൽ ചെയ്യാൻ പറ്റൂല എന്നായി. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമർക്ക് നമുക്ക് ചിലപ്പോൾ നോ പറയണത് അത് പല പ്രാവശ്യം ആയിപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇറിറ്റേറ്റഡ് ആവില്ല. കാരണം ഞാൻ ഇപ്പോൾ ചോദിച്ചില്ലേ, 20 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്ത് എൻ്റെ ഇപ്പോൾ ഇത് കാണുന്ന പല എൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങളായിട്ട് എത്രയോ പ്രോപ്പർട്ടി അവർ വാങ്ങിച്ചിട്ടുണ്ടാവും. എല്ലാ പ്രോപ്പർട്ടിക്കും ഞാൻ തന്നെ ലോൺ ചെയ്തേനെ. പക്ഷേ കാലം മാറുന്നതോറും അവർ എനിക്ക് HDFCയിൽ നിന്ന് തന്നെ അവർക്ക് ലോൺ കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ പോളിസീസ് മാറി തുടങ്ങി. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ്, അപ്പോൾ നമ്മൾക്ക് കസ്റ്റമർക്ക് ഓപ്ഷൻസ് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി
ഞാൻ ചെറിയൊരു സ്വിച്ച് ഓവർ ചെയ്തതാണ്. അപ്പൊ ചേട്ടാ, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടൻ ഒരു വലിയൊരു പീരീഡ്, അതായത് 20 വർഷം ഒരു ലൈഫിന്റെ നല്ലൊരു പീരീഡ് ചേട്ടൻ HDFCയിലായിരുന്നു അല്ലേ? അപ്പോൾ ഇപ്പൊ ഈ ഒരു 20 വർഷം കൊണ്ട് ഹോം ലോൺ ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രോസസ്സിങ്ങിലല്ല ഉദ്ദേശിച്ചത്. അതെ, പ്രോസസ്സിങ്ങിൽ ഇനീഷ്യൽ ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ ലോൺ ആപ്ലിക്കേഷൻ എടുക്കണമെങ്കിൽ കസ്റ്റമറെ വീട്ടിൽ പോകണം, കസ്റ്റമറെ കണ്ട് ലോണിന്റെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെന്റ് ലിസ്റ്റ് എഴുതി കൊടുക്കണം. കാരണം ഇനി ആ ടൈമിൽ അവരിൽ ഉണ്ടാവില്ലല്ലോ. അതെല്ലാം എഴുതി കൊടുത്തിട്ട് പിന്നീട് അവരെ കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ്ലി ചെന്നിട്ട് ഒറിജിനൽ ആപ്ലിക്കേഷൻ ഫോം, ഫോട്ടോ, പേ സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതൊക്കെ ഒറിജിനൽ വേണം. ബാങ്ക് പേ സ്ലിപ്പിലെല്ലാം സീൽ ചെയ്ത് വേണം, അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബാങ്കിൽ നിന്ന് ഒറിജിനൽ വേണം. ഈ ഡോക്യുമെന്റ്സ്, അതുപോലെ പ്രോസസിംഗ് ഫീയുടെ ചെക്ക്, ഇതെല്ലാം നമ്മൾ എല്ലാം ഹാർഡ് കോപ്പി കളക്ട് ചെയ്യണം. ഈ ഹാർഡ് കോപ്പീസ് എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ലോൺ സാങ്ഷൻ ചെയ്യണം. ഇന്ന് കാലം മാറി ഇപ്പോൾ എന്ത് പറ്റി ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡിജിറ്റലൈസേഷനായി. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. നമ്മളിപ്പോൾ എല്ലാം പറയുന്നല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഡോക്യുമെന്റ്സ് എല്ലാം ബൈ വാട്സപ്പ് ഓർ മെയിൽ വഴി നമുക്ക് അയച്ചു തന്നാൽ മതി. മറ്റത് നമ്മൾ കസ്റ്റമർ പറയും ഡോക്യുമെന്റ് ഞാൻ തന്നിരുന്നു പറയും, നമ്മൾ പറയും സാറേ ഞങ്ങൾ തന്നിട്ടുണ്ടായില്ല. ഡോക്യുമെന്റ് മിസ്സിങ്ങിന് ചാൻസസ് അന്ന് കൂടുതലായിരുന്നു, ഇന്ന് കൂടുതലില്ല. കാരണം ഡിജിറ്റലൈസേഷൻ ആയതുകൊണ്ട് വാട്സപ്പിലോ മെയിലിലോ ചെക്ക് ചെയ്ത ഡോക്യുമെന്റ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഫാസ്റ്റർ ആണ്, ട്രാൻസ്പെറൻസി കുറച്ചുകൂടി ബെറ്റർ ആണ്, സ്പീഡി ആണ്, പ്രോസസ് കുറച്ചുകൂടി ഈസിയറാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്പീഡ് പ്രോസസ്സാണ്. സാധാരണ നമ്മൾ ലോണിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരാൾക്ക് ലോൺ എടുക്കണമെങ്കിൽ അയാൾക്ക് IT റിട്ടേൺ, അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ പേ സ്ലിപ്പ്, ഇതെല്ലാം കാണിച്ചാൽ മാത്രമാണോ നമുക്ക് ലോൺ കിട്ടുക? അല്ലാതെ ലോൺ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇനീഷ്യൽ ടൈമിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ ഇത് തന്നെ വേണമായിരുന്നു. ഒന്നല്ലേ പേ സ്ലിപ്പ് വേണം, അല്ലെങ്കിൽ IT റിട്ടേൺസ് വേണം. അങ്ങനെയുള്ളവർക്കാണ് ലോൺ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നീ പറഞ്ഞില്ലേ, ഡിജിറ്റലൈസേഷനോട് ആയതോടുകൂടി ആളുകൾക്ക് ബാങ്ക് ലോൺസ് കൊടുക്കുന്നതിന്റെ പ്രധാന മാനദണ്ഡം എന്താ? റീപേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ടോ, കസ്റ്റമറിന് ഈ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ഇൻകം ഉണ്ടോ, അതാണ് അവർ ആദ്യം നോക്കുക. കാരണം അസറ്റ് ക്രിയേഷൻ ആണല്ലോ. അപ്പോൾ അസറ്റ് ക്രിയേഷൻ പണിയെടുക്കുന്നവനല്ലേ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇവരിൽ പൈസ ഉണ്ടോ എന്ന് ബാങ്കിന് അറിയണ്ടേ. അപ്പോൾ അതിനാ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും മണി ട്രാൻസ്ഫറിങ് എല്ലാം ബാങ്ക് ത്രൂ ആയി. അപ്പോൾ നമ്മളിപ്പോൾ പണ്ട് പേ സ്ലിപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ IT റിട്ടേൺസ് മാത്രം വെച്ചിട്ട് ലോൺ ചെയ്തിരുന്നതിനും വ്യത്യാസമായിട്ട് ഇപ്പം നമ്മൾ ബാങ്കിങ് ബേസ് ചെയ്ത് ചെയ്യാം. പിന്നെ ഇപ്പോൾ GST എല്ലാം വന്നു. അപ്പോൾ GST റിട്ടേൺ ബേസ് ചെയ്ത് ചെയ്യാം. എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടേൺ ഓവറിനെ ബേസ് ചെയ്ത് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ബിസിനസ് നടത്തുന്നവരാണെങ്കിലും അവരുടെ ഇൻകം നമുക്ക് അസസ് ചെയ്തിട്ട് ചെയ്യാൻ വരെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നന്നായി വർക്ക് ചെയ്യുന്ന ഒരുത്തിന് ലോൺ കിട്ടാൻ പാടാണ് എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടാക്കി നമുക്ക് അവന് വീട് മേടിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ ചേട്ടൻ ഒരു കൺസൾട്ടന്റ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരാള് ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യാണ്. അപ്പൊ ആൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇതിനെക്കുറിച്ച്. അപ്പൊ അവര് നേരിട്ട് അവരുടെ ബാങ്കിൽ പോകുന്നതാണോ, അല്ലെങ്കിൽ ചേട്ടനെ പോലെ ഒരു കൺസൾട്ടന്റിന്റെ അടുത്ത് വരുന്നതാണോ? ഏതാണ് നല്ലത്? നല്ല മനോഹരമായ ചോദ്യം. കാരണം ചോദിച്ച ആളോട് ആ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ കാരണം എന്നറിയോ? താങ്കളിപ്പോൾ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? കൺസൾട്ടന്റ് ആണ്. അപ്പോൾ പിന്നെ ആദ്യം താങ്കളുടെ ഉത്തരം പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി പറയാൻ എളുപ്പമല്ലേ. അതായത് ഒരു കൺസൾട്ടന്റ് ആയിട്ടിരിക്കുമ്പോൾ താങ്കളുടെ കസ്റ്റമേഴ്സിന് കിട്ടുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ പിന്നെ അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞാൽ അത് ശരിയാ. അതായത് ഇപ്പോൾ നമ്മളൊരു ബിൽഡറിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ചേട്ടനെ പരിചയപ്പെടുന്ന സമയത്ത് ഞാനൊരു ബിൽഡറിൽ വർക്ക് ചെയ്യായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ആ ബിൽഡർക്ക് ചിലപ്പോൾ 1-2 പ്രോപ്പർട്ടീസേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാൻ ബിൽഡർ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിയിട്ട് ഞാനൊരു 2013 തൊട്ട് കൺസൾട്ടൻ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഡിസിഷനായിരുന്നു. കാരണം എൻ്റെ അടുത്തൊരു കസ്റ്റമർ വരുമ്പോൾ എനിക്ക് ഒന്നും അവരെ ഫോഴ്സ് ചെയ്യേണ്ട, എൻ്റെ കയ്യിലുള്ള ഓപ്ഷൻസ് അവർക്ക് കൊടുത്താൽ മതി. അതിൽ നിന്ന് അവർക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ബിൽഡറെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ആ പ്രൊവിഷൻ ഇല്ല. അവരെൻ്റെ അടുത്ത് വരുന്നു, ഞാൻ ആ ബിൽഡറുടെ പ്രോഡക്റ്റ് എന്താണോ, എനിക്ക് എന്തായാലും ടാർഗറ്റ് ഉണ്ട്, പ്രഷർ ഉണ്ട്, എനിക്കത് എങ്ങനെയെങ്കിലും അവരെ എടുപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് എല്ലാ ബിൽഡർ സ്റ്റാഫിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്ക് അങ്ങനെ ടാർഗറ്റ് ഇല്ല, പ്രഷർ ഇല്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്, മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഭയങ്കര അഡ്വാൻറ്റേജ് ആണത്. ഇപ്പോൾ ഞാനത് ചോദിച്ചതേ ഉള്ളൂ ചേട്ടൻ്റെ അടുത്ത്. കറക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിമിക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എൻ്റെ ഓപ്ഷൻസിൽ 1-2 പ്രശ്നങ്ങളുണ്ട്. മറ്റത് കസ്റ്റമർക്ക് ഇതിനകത്ത് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിമ്മയുടെ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം. അതായത് ഏത് ബിൽഡറുടെ പ്രൊജക്റ്റ് വേണമെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട് നോക്കി മേടിക്കാം. പക്ഷേ എൻ്റെ കേസിൽ കസ്റ്റമർ ഡിപ്പെൻഡൻ്റ് ആണ് ഇത്. ഒരു കസ്റ്റമർക്ക് ഇനഫ് സാലറി, ഇനഫ് IT റിട്ടേൺസ് എല്ലാം ഉണ്ട്, എലിജിബിലിറ്റി എല്ലാം ഒക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് ഏത് ബാങ്ക് വേണമെങ്കിലും അദ്ദേഹം നോക്കുന്ന ബാങ്കിൽ നമുക്ക് ഏറ്റവും റേറ്റ് കുറച്ച് അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് അദ്ദേഹത്തിന് ചെയ്ത് കൊടുക്കും. ഇതിന് റിവേഴ്സ് ആയിട്ട് ഒരു സംഭവം നടക്കും. കസ്റ്റമർ ഇന്ന ബാങ്കിൽ നിന്ന് വേണമെന്ന് പറയും. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഈ അടുത്ത ദിവസം കൂടി ഉണ്ടായതാണ്. അദ്ദേഹം ഇന്ന ബാങ്കിൽ നിന്ന് ലോൺ വേണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെന്റ് നോക്കിയിട്ട് പറഞ്ഞു, സാറേ ടൈറ്റ് ആണ്, ആ ബാങ്കിൽ അത് പോളിസി പോവില്ല എന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് അവിടെ നിന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു. 1 മന്ത് പ്രോസസ്സ് നടന്നു.
അവസാനം റിജക്ഷനായി. ഞാൻ പറഞ്ഞു സാർ ഉദ്ദേശിച്ച എമൗണ്ട് കിട്ടിയില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷാനവാസ് ഇനി ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഒന്നുമില്ല, ആസ് യു ലൈക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ആദ്യം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞതാണ്. വെറുതെ ഒരു മാസം ടൈം പോയി. അപ്പം നമ്മൾക്കറിയാം ചില പേപ്പറുകളും ഫയലുകളും കാണുമ്പോൾ നമുക്കറിയാം അത് ഇന്ന ബാങ്കിൽ സ്യൂട്ട് ആവുള്ളൂ, കാരണം ആ ബാങ്കിൻ്റെ പോളിസിയിലെ ആ ലോൺ ശരിയാവത്തുള്ളൂ. പക്ഷെ അത് 1 വീക്ക് കൊണ്ട് അവിടെ റെഡിയായി, മറ്റൊരു 1 മാസം നടന്നിട്ടും കിട്ടിയില്ല. അപ്പോൾ കസ്റ്റമർക്ക് നമുക്ക് ചോയ്സ് എല്ലാം കൊടുക്കാമെന്ന് ഞാൻ പറയൂല, പക്ഷേ കസ്റ്റമർക്ക് പൈസയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ അവർക്ക് ആ ക്യാഷാണ് അവരുടെ റിക്വയർമെൻറ്റ് ഏതാണോ അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അതിന് പക്ഷേ ബാങ്ക് നമ്മൾ ചൂസ് ചെയ്യും, കാരണം ചില സമയത്ത് കസ്റ്റമർ ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നടക്കില്ല. ഇപ്പം ചില ബാങ്ക് ഇപ്പം അവരുടെ പേഴ്സണൽ ബാങ്കിങ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർക്ക് അവിടെ നിന്ന് ലോൺ കിട്ടാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അത് ആരുടെയും കുറ്റമല്ല, അത് ഓരോ ബാങ്കിൻ്റെ ഓഫീസറുടെയോ ആരുടെയും പ്രശ്നമല്ല. ഓരോ ബാങ്കുകളും ഓരോ ലോൺസിനും അവരെ കുറേ പോളിസീസ് ഉണ്ടാവും. ആ പോളിസി സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമാണ് അവർക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് നമ്മളുടെ ഒരു കൺസൾട്ടൻ്റ് ആസ് എ കൺസൾട്ടൻ്റ് നമ്മളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളുടെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ അയാളുടെ ഫയൽ നമ്മൾ ആദ്യം പഠിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊരു ടീമുണ്ട്. ഞങ്ങൾ ആ ഫയൽ ഡിസ്കസ് ചെയ്താൽ പ്ലസും മൈനസും എല്ലാം നോക്കിയിട്ട് നമുക്ക് ഇത് ഏത് ബാങ്കിൽ കൊടുത്താൽ കസ്റ്റമർക്ക് പെട്ടെന്ന് പൈസ കിട്ടും, ഏറ്റവും നല്ല റേറ്റ് കൊടുക്കാൻ പറ്റും, ഇത് ഞങ്ങൾക്കത് മനസ്സിലാവും. നമ്മളതനുസരിച്ചിട്ട് കസ്റ്റമർ ഗൈഡ് ചെയ്തിട്ട് അവരുടെ റിക്വയർമെൻറ്റ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കും. ഓൺ ടൈമിൽ അവരുടെ ക്യാഷ് അവരുടെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അത് നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ചേട്ടാ, ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ പല കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്, പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണോ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണോ നല്ലത്? ഇപ്പോൾ ചേട്ടൻ 20 വർഷമായിട്ട് പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇത് ഏതായിരിക്കും നല്ലത്? നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. ഞാൻ 20 വർഷക്കാലം പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റും പ്രൈവറ്റ് ബാങ്കാണ് മോശം അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കാണ് ബെറ്റർ, അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളുടെ ഇന്ത്യയിലെ എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും RBI റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രൊഡക്ട്സ് എല്ലാം ഓൾമോസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ ഇതിൻ്റെയൊക്കെ അമോർട്ടൈസേഷൻ ചാർട്ട്, അതായത് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസ്, ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ആരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ പ്രശ്നങ്ങൾ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പകരമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്ക് ഒരിക്കലും പ്രൈവറ്റ് ബാങ്കിൻ്റെ അത്രയും അഡ്വാൻസ്ഡ് അല്ല ഒരു കാലത്ത്. ഇപ്പോൾ ചില നാഷണലൈസ്ഡ് ബാങ്ക് അഡ്വാൻസ്ഡ് ആണ്, പക്ഷെ എന്നാലും എപ്പോഴും ഒരു പിടി മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും പ്രൈവറ്റ് ബാങ്ക്സ് ആണ്. കാരണം അവർ എല്ലാ ടെക്നോളജി വൈസും കുറേയും കൂടി അപ്ഡേറ്റഡ് ആണ് പല കാര്യങ്ങളും. അപ്പോൾ നമുക്ക് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം നോർമലി പ്രൈവറ്റ് ബാങ്ക്സ് നിന്നാണ് കിട്ടുന്നത്. എന്നും പറഞ്ഞ് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് കിട്ടില്ല എന്നില്ല. നാഷണലൈസ്ഡ് ബാങ്കിലും അത്യാവശ്യം ഇപ്പോൾ പല ബാങ്കുകളും അഗ്രസീവാണ്, പല ടെക്നോളജീസും അവരും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ നമ്മൾ ഏത് ബാങ്കിൽ പോകുന്നു, നമ്മുടെ പ്രൊഡക്ട്സ് ഏതാണ്, നമ്മൾ ആരായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതെല്ലാം അവിടുത്തെ സ്റ്റാഫ് ഓഫീസേഴ്സിനെല്ലാം ഇതിനകത്ത് വളരെ വലിയ റോളുണ്ട്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ചില ആളുകളോട് നമ്മൾ പ്രൈവറ്റ് ബാങ്കിനൊക്കെ മറ്റേ നാഷണലൈസ്ഡ് ബാങ്ക് ഭയങ്കര ടഫാണെന്ന് പറഞ്ഞാൽ ഏതിലാളോട് ചോദിച്ചു നോക്കിയാൽ ഞാൻ പോയിട്ട് എനിക്ക് ഒരാഴ്ച കൊണ്ട് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നല്ലേ SBI അല്ലെങ്കിൽ ലോൺ കിട്ടിയെന്ന് അവർ പറയുമല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഇരിക്കുന്ന ആളുകളാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് എത്രത്തോളം നമ്മളുടെ ആ ഓഫീസർ ആ ജോബ് പാഷനായിട്ട് കണ്ട് സിൻസിയറായിട്ട് ചെയ്യുന്നുണ്ട് എന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് എന്നൊന്നുമില്ല. നമുക്ക് നല്ല സർവീസും ബെറ്ററായിട്ട് പ്രൊഡക്റ്റ് ഓൺ ടൈമിൽ നമുക്ക് ചെയ്തു തരുന്ന ആരോ അവരെല്ലാം നല്ല ഇതാണ്. അല്ലാണ്ട് പിന്നെ പ്രോസസ്സിംഗ് ഫീ, ഇൻഷുറൻസ് ചാർജസ്, ഇതെല്ലാം ഓരോ പ്രൈവറ്റ് ബാങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലും എല്ലാം ഡിഫറൻസ് ഉണ്ടാവും. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റി എല്ലാം അവയർനെസ് ഉണ്ടാകണം, ചോദിക്കണം, അത് അറിഞ്ഞേ ചെയ്യാൻ പാടുള്ളൂ. അത് നാഷണലൈസ്ഡ് ആയാലും ശരി പ്രൈവറ്റ് ആയാലും ശരി. ചേട്ടൻ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ലോൺ എടുത്ത് ഒരാൾ പ്രോപ്പർട്ടി മേടിക്കാൻ പോകുമ്പോൾ അയാൾ ചെയ്യാൻ സാധ്യതയുള്ള കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ അടുത്ത് കസ്റ്റമർ ലോണിന് വേണ്ടി വരുമ്പോൾ എത്ര ലോൺ കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എലിജിബിലിറ്റിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര കിട്ടുമെന്ന് പറയും. അയ്യോ ഞാൻ വേറെ ബാങ്കിൽ ചോദിച്ചപ്പോൾ ഞാൻ 50 ലക്ഷം രൂപ പ്രോപ്പർട്ടി മേടിക്കണം, എനിക്ക് 40 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതിയില്ലോ എന്ന് പറഞ്ഞു. അവരെനിക്ക് തരാമെന്ന് പറഞ്ഞാണ്, പിന്നെ അവരിപ്പോൾ തരില്ല എന്ന് പറഞ്ഞു. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്ത് ഇപ്പോൾ ഒരു ബാങ്കിലോ ഈ കറക്റ്റ്ലി നമ്മൾ ബാങ്കിൽ ചെന്ന് അന്വേഷിക്കും എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർ ശരിക്കും ലോൺ കൺസൾട്ടൻ്റ് ആയിരിക്കില്ല. അവർ നോർമൽ പ്രൊസീജിയറായി പറയണേ. അതായത് ഒരാൾ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ 80% ലോൺ കിട്ടും, അതൊരു നോർമൽ പ്രൊസീജിയർ. പക്ഷേ ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ അവർ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ എലിജിബിലിറ്റി വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആദ്യം നമുക്ക് എത്ര എമൗണ്ട് ലോൺ കിട്ടും, നമ്മൾ മേടിക്കുന്ന പ്രോപ്പർട്ടി 80% കിട്ടൂല, എത്ര എമൗണ്ട് കിട്ടുമെന്ന് ആദ്യം നോക്കണം. അത് ഡിപ്പെൻഡ്സ് ഓൺ
നമ്മുടെ ഇൻകവും ഈ പറഞ്ഞ IT റിട്ടേൺസ്, അല്ലെങ്കിൽ സാലറി സ്ലിപ്പ്, അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ട്രാൻസ്ഫർ, ഇതെല്ലാം ഡിപ്പെൻസ് ചെയ്ത് ബാങ്ക് പോളിസീസ് വെച്ചിട്ടാണ് പറയുക. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി നോക്കിയാൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഏതെങ്കിലും ബാങ്ക് മാനേജേഴ്സിനെ ഈ ഹോം ലോണുമായി ബന്ധപ്പെട്ട ആളുകളെ പരിചയം ഡയറക്റ്റ് പോയി ചോദിക്കാം. അതല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഏതെങ്കിലും കൺസൾട്ടന്റിനെ സമീപിക്കുക. എനിക്ക് എത്ര ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും, ഞാൻ എത്ര മാർജിൻ എൻ്റെ ഇൻകം വെച്ചിട്ട് എനിക്ക് എത്ര ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന പ്രോപ്പർട്ടിയുടെ വില ഇത്രയുമാണ്, എനിക്ക് ഇത്ര എമൗണ്ട് ലോൺ വേണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊവിഷൻസ് ഉണ്ടോ, എനിക്ക് ഇത്ര എമൗണ്ട് ലോൺ കിട്ടാനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ അയാൾക്ക് എല്ലാം വർക്കൗട്ട് ചെയ്തിട്ട് ഇത്ര എമൗണ്ട് വരെ നമുക്ക് ലോൺ തരാം, ഈ ലിമിറ്റിൽ നിൽക്കുന്ന പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് പോയി പ്രോപ്പർട്ടി കാണാം. പിന്നെ ഇപ്പോൾ പല ബാങ്ക്സിലും നമുക്ക് പ്രോപ്പർട്ടി നോട്ട് ഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ട് പ്രീ അപ്രൂവ്ഡ് ലോൺ സാങ്ഷൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അവർക്ക് ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രോപ്പർട്ടി ഫൈനലൈസ് ആയി കഴിയുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോൺ സാങ്ഷനാണ്, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പേയ്മെന്റ് റിലീസ് ചെയ്യുക, എത്ര രൂപയ്ക്ക് പ്രോപ്പർട്ടി തരും. ദർ ഇസ് എ നെഗോസിയേഷൻ പവർ ഉണ്ടാവാണ് കസ്റ്റമർക്ക് അവിടെ. അപ്പോൾ എപ്പോഴും കസ്റ്റമർക്ക് ഒരു അവയർനെസ് ഉണ്ടാവും നല്ലതാണ്. തൻ്റെ ഇൻകം വെച്ചിട്ട് തനിക്ക് എത്ര വരെ കിട്ടും. അതായത് ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്ന ആദ്യം എനിക്ക് എത്ര രൂപ ലോൺ കിട്ടും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു പ്രോപ്പർട്ടി നോക്കാൻ പോകുന്നതാണ് എപ്പോഴും ഐഡിയൽ അല്ലേ? ഓക്കെ. നമ്മള് ഒരാള് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 80% ആളുകളും ലോൺ എടുത്തിട്ടാണ് എപ്പോഴും പ്രോപ്പർട്ടീസ് മേടിക്കുന്നത് അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് അവരുടെ ഒരു ഡ്രീം ഹോം ആയിരിക്കും. അപ്പോൾ എന്തായാലും അവരുടെ ഒരു ഇൻകം വെച്ച് അതിൽ നിന്ന് കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ലോണൊക്കെ എടുത്തിട്ടാണ് മിക്ക ആൾക്കാരും മേടിക്കുന്നത്. അപ്പോൾ ലോൺ എടുത്ത് ശരിക്കും പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് സജസ്റ്റബിൾ ആണോ? തീർച്ചയായിട്ടും. ഞാൻ പലപ്പോഴും എനിക്കിതിൽ പലതും പല എക്സ്പീരിയൻസ് കൊണ്ടാണ് മനസ്സിലായത്. ഞാൻ പോലും അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നത്, ശരിക്കും ആളുകൾ പൈസ ഇല്ലാത്തവരാണ് ലോൺ എടുത്ത് പ്രോപ്പർട്ടി മേടിക്കണം എന്നല്ലേ? ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. എല്ലാവരും ഹൗസ് ലോൺ എടുക്കുന്നവരെല്ലാം പൈസ ഇല്ലാത്തവരല്ല. പക്ഷെ അവർ ലോൺ എടുത്ത് പ്രോപ്പർട്ടി മേടിക്കുന്നതിന് വേറെ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ, ബാങ്ക് വഴിയാണ് പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ ഇതിൻ്റെ ലീഗൽ സൈഡ് എല്ലാം ബാങ്ക്സ് ചെക്ക് ചെയ്യും. എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബാങ്കിന് അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ പ്രോപ്പർട്ടി മേടിക്കുന്നതിൻ്റെ എക്സാക്ട് വാല്യുവേഷൻ, നമ്മൾ വാങ്ങിക്കുന്ന വില വെർത്താണോ നമുക്ക്, അത് ബാങ്കിൻ്റെ വാല്യുവേറ്റർ മൂലം ചെയ്യുമ്പോൾ നമുക്കത് ലഭിക്കും. പലപ്പോഴും ഈ ലോണില്ലാണ്ട് വാങ്ങിക്കുന്ന പ്രോപ്പർട്ടിയിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് റൈറ്റർ എടുത്ത് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് റൈറ്റർ എടുത്ത് ആരെടുത്തും ചിലപ്പോൾ നമ്മൾ ലീഗൽ നോക്കാൻ വേണ്ടി പറയും. അവർ നോക്കിയിട്ട് ഇനീഷ്യലി ആ പ്രോസസ്സ് നേരെ രജിസ്ട്രേഷനിലേക്ക് പോവാണ്. അവിടെ ലീഗൽ ഭയങ്കര വലിയ സ്ക്രൂട്ടനൈസിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നീട് ലോണില്ലാണ്ട് പ്രോപ്പർട്ടി മേടിച്ചു, പിന്നെ ഇത് വിൽക്കേണ്ട സമയമാകുമ്പോൾ, പിന്നീട് നമ്മൾ സെല്ല് ചെയ്യേണ്ട സമയമാകുമ്പോഴായിരിക്കും അവർക്ക് പിന്നെ വാങ്ങിക്കുന്ന ആൾക്ക് ലോൺ വേണമെങ്കിൽ ഇതിൻ്റെ ലീഗൽസ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പഴയ സെല്ലറുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല. കാരണം അവർക്ക് അതിൻ്റെ ടൈമില്ല. കാരണം അവർ ഓൾറെഡി വിറ്റ് കഴിഞ്ഞ പ്രോപ്പർട്ടിയുടെ പിന്നെയും പ്രയർ ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ നമുക്ക് എടുത്തു തരാൻ അവർ ചിലപ്പോൾ അവർ ഉണ്ടായിട്ട് അവർക്ക് അതിന് സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ അവൈലബിൾ അല്ലായിരിക്കും. അവർ എബ്രോഡിലും ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എങ്ങനെ അവർ കോൺടാക്ട് ചെയ്യും? അപ്പോൾ എപ്പോഴും ബാങ്ക് വഴി ഒരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ അതിൻ്റെ ലീഗൽ സൈഡ് പക്ക ക്ലിയർ ആയിട്ട് നമുക്കത് കിട്ടും. അത് നമുക്കൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നീട് എനിക്ക് തോന്നിയേക്കുന്നത് കാര്യം, ഈ ഹൗസിംഗ് ലോണിന് പ്രീപേയ്മെൻറ്റ് ചാർജോ പ്രീ ക്ലോഷർ ചാർജസോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എപ്പോൾ ഫണ്ട് കിട്ടിയാലും തിരിച്ചടച്ച് ആ ലോൺ ക്ലോസ് ചെയ്ത് പ്രോപ്പർട്ടി നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു അത്രയും വലിയൊരു എമൗണ്ട് നമ്മുടെ ലിക്വിഡിറ്റിയും പോവില്ല. കാരണം അത് നമുക്കൊരു സേവിങ്സ് ആയിട്ട് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. പിന്നെ നമുക്കിന്ന് നമുക്ക് തന്നെ അറിയാം, മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹൗസിംഗ് ലോൺ. അതിനേക്കാളും ഒത്തിരി റിട്ടേൺസ് തരുന്ന മറ്റുള്ള പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. SIP പോലെയുള്ള പല പ്രൊഡക്ട്സും മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ലോവസ്റ്റ് ഇൻട്രസ്റ്റ് കുറഞ്ഞ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലിരുന്ന ലിക്വിഡിറ്റി കളയേണ്ട കാര്യമില്ല. അതാണ് ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുക ലോൺ വഴി. ഇപ്പോൾ ഞാനിത് മനസ്സിലാക്കിയത് എൻ്റെ ചില കസ്റ്റമർ ലോൺ എടുത്ത് 3 മാസം 4 മാസം കഴിഞ്ഞ് ലോൺ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മളതറിയണം. ഇത് കൂടാണ്ട് വേറെ സംഭവമുണ്ട്. ഇപ്പം നമ്മളൊരു 1.5 കോടി 2 കോടിക്ക് പ്രോപ്പർട്ടി മേടിക്കണം. ഇത്രയും വലിയൊരു എമൗണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ സേഫായിട്ട് കീപ്പ് ചെയ്ത് അത് സെല്ലറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഈ പ്രൊസീജിയർ ഈ രജിസ്ട്രേഷൻ മുമ്പും അന്നൊക്കെ ആയിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു കുറച്ച് റിസ്കി പ്രോസസ്സാണ്. ഇത്രയും വലിയ എമൗണ്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ വരുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി അത് ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആകുമ്പോൾ വാങ്ങിക്കുന്ന ആൾക്ക് കുറച്ചും കൂടി ടെൻഷൻ ഫ്രീ ആയിരിക്കും. അവർക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ട് ഫീൽ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള. പല ആളുകൾ എന്നോട് അതും പറഞ്ഞാണ്. പലർക്കും എബ്രോഡൊക്കെ ഉള്ളവർ ഇത്രയും വലിയ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ രജിസ്ട്രേഷൻ അന്ന് തന്നെ അത്രയും വലിയ എമൗണ്ടൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്നതൊക്കെ മാനസികമായിട്ടും അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ടെൻഷനാണ്. ആ ഒരു ഇത് ഒഴിവാക്കി എടുക്കാൻ പറ്റുന്ന നമുക്ക് ബാങ്ക് വഴി ലോൺ എടുക്കുകയാണെങ്കിൽ. പിന്നീടല്ലേ ചേട്ടാ, നമ്മൾ ഈ ലോൺ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വരുന്ന ഒരു ടേമാണ് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് സിബിൽ സ്കോർ? അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മിക്ക ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ പല ആൾക്കാരും നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ ചിലപ്പോൾ തിരിച്ചടയ്ക്കാതെ അങ്ങനെയൊക്കെ വരുമ്പോൾ പലരുടെയും സിബിൽ സ്കോർ താഴെ പോയി എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അവർക്ക് ലോൺ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ടോ? ഒന്ന് പറയോ.
സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണെന്ന് അറിയും, പ്രോഗ്രസ് കാർഡ് അറിയും. കുട്ടികളുടെ പല സബ്ജക്റ്റിനും കിട്ടുന്ന മാർക്കുകൾ ഇതുപോലെ തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് കാർഡാണ്. അതായത് താങ്കൾ ചെയ്തിട്ടുള്ള താങ്കളുടെ ഫിനാൻഷ്യൽ, അതായത് ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ലോൺസ്, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇതെല്ലാം പ്രോപ്പർലി റീപെയ്ഡ് ആണോ എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡാണ് ഈ സിബിൽ കാർഡ്. ഈ സ്കോർ നമുക്കറിയാലോ, പ്രോഗ്രസ് കാർഡിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഹയസ്റ്റ് ആണ്, കുറവ് മാർക്ക് ഉണ്ടെങ്കിൽ ഫെയിലിയർ ആണ്. ഇത് തന്നെ സെയിം സിറ്റുവേഷൻ തന്നെ. പിന്നെ നമുക്ക് മറ്റേ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മറ്റേ രണ്ടാമത് സേ പരീക്ഷയൊക്കെ എഴുതിയിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ അതിനുപോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. പലർക്കും അത് അറിയില്ല. പലരും വിചാരിക്കുന്നത് സിബിൽ സ്കോർ പോയി കഴിഞ്ഞാൽ പിന്നെ ലോൺ കിട്ടൂല. അങ്ങനെയൊന്നുമില്ല. സ്കോർ പോയി കഴിഞ്ഞാലും നമുക്ക് ലോൺ കിട്ടും. അതിന് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഞങ്ങളെപ്പോലുള്ള നല്ലൊരു കൺസൾട്ടന്റിനെ സമീപിച്ച് അതിന് ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റിപ്പോർട്ട് അവരുടെ എടുക്കുക, ഏതെല്ലാം ബാങ്കിലാണ് അവർക്ക് ഇഷ്യൂസ് എന്നുള്ളത് നോക്കാം. ആ ബാങ്കുകളായിട്ട് സംസാരിച്ചിട്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. അത് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ സിബിലിൽ അപ്ലോഡ് ചെയ്ത് അവരുടെ സ്കോർ പിന്നീട് ബെറ്റർ സ്കോറിലേക്ക് ആക്കാനായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതർവൈസ് ഒരാളുടെ സിബിൽ സ്കോർ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് ജീവിതകാലം മുഴുവൻ ലോൺ കിട്ടാണ്ട് വരുമോ? അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിന് കുറച്ച് പണി എടുക്കേണ്ടതായിട്ടും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതായ മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണല്ലോ സ്കോർ പോയത്. തീർച്ചയായിട്ടും കുറച്ച് എഫേർട്ട് ഇടാണ്ട് ഈസി ആവൂല. പക്ഷെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്കോർ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ റീപേയ്മെന്റ് അടയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ എല്ലാം ശരിക്കും കണക്റ്റഡ് ആയിട്ടാണ് ഈ സിബിൽ സ്കോർ താഴെ പോകുന്നത്. തീർച്ചയായിട്ടും എന്തെല്ലാം ലോൺസ് ഉണ്ടോ അതെല്ലാം കണക്റ്റഡ് ആണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നിലനിൽപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ സിബിൽ സ്കോർ വന്നേ പിന്നെയാണ് ഈ പലരും ഈ കറക്റ്റായിട്ട്, മറ്റത് നമ്മൾ റിക്കവറി ഏജൻസീസ് എന്തോരം പണിയെടുക്കണം. ഇപ്പൊ സ്കോർ പോയി കഴിഞ്ഞാൽ പിന്നെ ലോൺ കിട്ടൂല എന്നുള്ള അവയർനെസ് ഇപ്പൊ ഈ അടുത്ത കാലത്തല്ലേ എല്ലാവർക്കും ഉണ്ടായി. അതിനൊന്നും മുമ്പ് ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇപ്പം മറ്റേ നമ്മളുടെ ആളുകളോട്, അതായത് റിക്കവറിക്ക്, അതായത് ഈ നമ്മൾ പൈസ അടയ്ക്കാഞ്ഞിട്ട് വിളിക്കുന്ന ആളുകളോട് എങ്ങനെ സംസാരിക്കുന്നു, ഏത് ട്യൂൺ ഉപയോഗിക്കുന്നു എന്നത് വരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഈ സ്കോറിന് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നതോടുകൂടി ഒത്തിരി ഡിഫോൾട്ട് റേഷ്യോസ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അത് ആളുകൾക്ക് അവയർനെസ് വന്നു. അതായത് ഞാൻ പ്രോപ്പറായിട്ട് റീപേയ്മെന്റ് ചെയ്തില്ല എങ്കിൽ എനിക്കത് ഭാവിയിൽ ബുദ്ധിമുട്ടാവും. ഇനി വേറൊരു ലോൺ കിട്ടില്ല. ഒരു 500 അടച്ചാൽ തീരുന്ന വിഷയം പിന്നീട് 10,000 അതിന്റെ മുകളിൽ അടച്ചാൽ പോലും തീരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കണേ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 1000 രൂപ അടച്ച് സോൾവ് ചെയ്യാവുന്ന ഒരു ഇഷ്യൂല് നമ്മളത് അടച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു 0.25 അല്ലെങ്കിൽ 0.5 ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. കാരണം നമ്മുടെ സ്കോർ കുറവാണ്. അപ്പോൾ എന്ത് പറ്റി, ഈ 1000 രൂപയ്ക്ക് പകരം എത്ര രൂപയുടെ ഇൻട്രസ്റ്റ് നമ്മൾ കൂടുതൽ അടയ്ക്കണം. അപ്പോൾ ആർക്കാണ് നഷ്ടം? പിന്നെ പലപ്പോഴും സ്കോർ താഴ്ത്തു പോകാനുള്ള റീസൺസ് പലതും ഉണ്ട്. അതായത് ചിലപ്പോൾ കസ്റ്റമറുടെ മിസ്റ്റേക്ക് ആയിരിക്കില്ല, ചിലപ്പോൾ ബാങ്കിലുള്ള ഏതെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസും കൊണ്ട് ഇത് സംഭവിക്കാം. പക്ഷെ അതെന്താണെങ്കിലും നമ്മളവിടെ ഫൈറ്റിന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ടൈമും എഫേർട്ടും ഇതെല്ലാം പോവാണ്. പക്ഷെ അതിനു മുമ്പ് അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്യൂ. അതല്ലെങ്കിൽ ആ ഓഫീസർ മാറിപ്പോവും. അദ്ദേഹത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല, സ്കോർ നമ്മുടെയാണ് പോണേ. കാരണം അദ്ദേഹത്തിന് ഈ ഒരു ജോബ് മാത്രമല്ലല്ലോ, പുള്ളിക്ക് വേറെ പല ജോബുകളും ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു എന്തെങ്കിലും മിസ്റ്റേക്സ് പറഞ്ഞത് ഓഫീസറുടെ ഭാഗത്താണെങ്കിൽ ആരുടെ ഭാഗത്താണെങ്കിലും നമ്മളുടെ സ്കോറാണ് പോണേ. അപ്പോൾ നമ്മൾ അതിന്റെ പുറകെ നിന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അതാണ് ഏറ്റവും നല്ലത്. യെസ്, അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ചേട്ടാ, ഇപ്പോൾ നമ്മൾ സിബിൽ സ്കോറൊക്കെ അടിപൊളിയായി, ലോൺ എടുത്ത് പ്രോപ്പർട്ടി വാങ്ങി. അപ്പോൾ നമ്മൾ സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യം കൊണ്ട് ലോൺ കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ബാങ്ക് ജപ്തി ചെയ്യുമോ? സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ അറിയാമോ, മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്നതാണ് 2 EMI മുടങ്ങി എത്രയോ, അല്ലെങ്കിൽ 1 EMI മുടങ്ങി എത്രയോ, ഇല്ലെങ്കിൽ എത്ര EMI അടച്ചില്ല എൻ്റെ വീട് പോവും. കാരണം എല്ലാവർക്കും ടെൻഷനാണല്ലോ, നമ്മൾ ലോൺ എടുത്തിട്ട് തിരിച്ച് അടച്ചില്ല എങ്കിൽ. ഇതിൽ ഇമ്മീഡിയറ്റ്ലി ഉള്ള പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി കാലതാമസം വരുന്ന പ്രോസസ്സാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഫസ്റ്റ് മന്ത് നമ്മൾ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് കോൾ വരും, മെസ്സേജസ് വരും, ലെറ്റർ വരും, ഡിഫോൾട്ട് ആണെന്നുള്ളതിൻ്റെ ലെറ്റർ വരും. 1 മാസം കഴിഞ്ഞു, ആ പ്രോസസ്സ് കണ്ടിന്യൂ ആണ്, നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുന്നില്ല, 90 days ആയി. 90 days ആയി കഴിയുമ്പോൾ നമ്മളുടെ ലോൺ നമ്മൾ NPA എന്ന് പറയും, നോൺ പെർഫോമിംഗ് അസറ്റ് ആയതായിട്ട് ബാങ്ക് കൺസിഡർ ചെയ്തിട്ട് അറ്റാച്ച്മെന്റിനുള്ള ലീഗൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ബാങ്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സർഫാസി എന്ന് പറയുന്ന നിയമപ്രകാരം ആ പ്രോപ്പർട്ടി പിന്നെ അനദർ 60 daysനുള്ളിൽ അത് പൊസഷൻ എടുക്കാനുള്ള ലീഗൽ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. എന്താ സർഫാസി? കേൾക്കാത്തൊരു സംഭവമാണ്. സർഫാസി നിയമം പണ്ട് കാലത്തൊക്കെ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരാൾ പൈസ അടയ്ക്കാണ്ട് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യണത് ഒരു ലോങ് പ്രോസസ്സായിരുന്നു.
അതായത് കോടതി പോയി കേസ് കൊടുത്ത് കോടതിയുടെ പുറകെ നടന്ന് 4, 5, 6 വർഷങ്ങളൊക്കെ എടുക്കുന്ന ഒരു ലോങ് പ്രോസസ്സിൽ മാത്രമാണ് ബാങ്കിന് അസറ്റ് കിട്ടുള്ളൂ, അതായത് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും നിലനിൽപ്പ് പ്രശ്നമാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിക്ക് അഗേൻസ്റ്റ് കൊടുക്കുന്ന ലോൺ വലിയ ലോണാണ്, അതിൻ്റെ റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ അസറ്റ് ബാങ്കിന് കിട്ടാനായിട്ട് ഇത്രയും ടൈം എടുത്ത ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാവില്ലേ. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് തന്നെ ലോ പാസ്സാക്കിയതാണ് സർഫാസി എന്ന് പറഞ്ഞ ആക്ട്. അത് പ്രകാരം ബാങ്കുകൾക്ക് ഡയറക്റ്റ്ലി ഡീഫോൾട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്യാം. അതിന് ലീഗൽ സപ്പോർട്ട് ഉണ്ട്, അതിന് സെപ്പറേറ്റ് ലീഗൽ വിങ് ഉണ്ട്. അതുവഴി വളരെ ഈസി ആയിട്ട് ഒരു 1 ഇയറിനുള്ളിൽ ഈ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആയി പ്രോപ്പർട്ടി ബാങ്കിൻ്റെ പേരിലേക്ക് വരും. കാരണം നമ്മൾ ഇന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, അവർ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കസ്റ്റമറുടെ അല്ല, ഇത് ഈ പൈസ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പൈസ എന്ന് പറഞ്ഞാൽ പല ആളുകളുടെ പൈസയല്ല. അപ്പോൾ ആ മണി ലിക്വിഡേറ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഗവൺമെന്റ് അതിന് കുറച്ചുകൂടി വിജിലന്റ് ആണ്. അപ്പോൾ എന്തായാലും ആ സെറ്റ് അവരത് ഈടാക്കിയാൽ മാത്രമേ ആ ബാങ്കിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പ്രൊസീജിയർ ഇപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്, സ്ട്രോങ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്. അതാണ് അതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ ഉണ്ടല്ലോ ചേട്ടാ, നമ്മളിപ്പോൾ ലോൺ എടുക്കുമ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റ്, ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ്, ഇങ്ങനെയൊക്കെ കുറേ ടേംസ് കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ പല കസ്റ്റമേഴ്സും ഇതിൽ ഹിഡൻ ചാർജസ് ഉണ്ടോ, അങ്ങനെ അവർക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. അപ്പോൾ അതെന്താ പറയാനുള്ളത്, ഏതായിരിക്കും നല്ലത് ശരിക്കും? ഈ ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചില ബാങ്ക്സിന്റെ ഫിക്സഡ് റേറ്റ് പ്യുവർ ഫിക്സഡ് ആണ്. ഫിക്സഡ് തന്നെ പ്യുവർ ഫിക്സഡും ഉണ്ട്, അല്ലാത്ത ഫിക്സഡും ഉണ്ട്. അപ്പോൾ പലരും വിചാരിക്കും ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ തന്നെ ത്രൂ ഔട്ട് ദ പീരീഡ് ഫിക്സഡ് ആണെന്നാ. ചില ബാങ്കുകളുടെ അങ്ങനെയാണ്, ചില ബാങ്കുകളുടെ കണ്ടീഷണൽ ഫിക്സഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേർട്ടൺ ലിമിറ്റിന് മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് പോയാൽ ഫിക്സഡ് എല്ലാം ഫ്ലോട്ടിംഗ് ആയി മാറും. അത് പലർക്കും അറിയാൻ പാണ്ടാവില്ല. അവർ വിചാരിക്കും ത്രൂ ഔട്ട് ദ പീരീഡ്. ചില ബാങ്കുകളുടെ ത്രൂ ഔട്ട് ദ പീരീഡ് തന്നെ ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഫിക്സഡ് റേറ്റിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എടുക്കുന്ന റേറ്റിനേക്കാളും കൂടുതലായിരിക്കും ഫിക്സഡ് റേറ്റ്. രണ്ടാമത്, ഇതിനകത്ത് പ്രീ പേയ്മെന്റും പ്രീ ക്ലോഷറിനും കണ്ടീഷൻസ് ഉണ്ടാവും. പ്രീ ക്ലോസ് ചെയ്താൽ എന്തായാലും ചാർജസ് ഉണ്ടാവും. പ്രീ പേയ്മെന്റ് സെർട്ടൺ എമൗണ്ട് വരെ പ്രീ പേയ്മെന്റ് വിത്തൗട്ട് എനി ചാർജസ് നമ്മൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുകളിൽ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അഡീഷണലി വന്ന എമൗണ്ടിന് ചാർജസ് വരും. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോൺ എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എമൗണ്ട് പ്രീ പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ, ഞാൻ ലോൺ കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് കൊടുത്ത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. ഫിക്സഡ് റേറ്റ് എടുത്തത് എൻ്റെ അറിവിൽ എൻ്റെ ഒരു കസ്റ്റമർ എടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് പുള്ളി അത് കൺവേർട്ട് ചെയ്ത് ഫ്ലോട്ടിംഗ് ആയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ആ അഡ്വാൻറ്റേജസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ എന്നോട് ഒരു ചോയ്സ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഫിക്സഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് മാറ്റാനുള്ള പ്രൊവിഷൻ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ ചേട്ടാ, അതിനോട് കൂടി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഒരാൾ ഒരു ബാങ്കിൽ ലോൺ എടുത്തു ആദ്യം, പക്ഷേ കുറച്ച് ആൾ കഴിയുമ്പോൾ അയാൾക്ക് വേറൊരു ബാങ്കിലേക്ക് ആ ലോൺ മാറ്റണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോസിബിൾ ആണോ? രണ്ട് കാര്യമാണ്. എന്നോടും പലപ്പോഴും പല കസ്റ്റമറും, ഞാനിപ്പോൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർക്ക് ലോൺ കൊടുത്തത് കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളുടെ അടുത്ത് ലോൺ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയില്ല, വേറെ ബാങ്കിൽ നിന്ന് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അദ്ദേഹം ഭയങ്കര ദേഷ്യം വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഇനി എന്തായാലും എൻ്റെ മറ്റു ലോൺസ് അവിടെ ഇരിക്കേണ്ട, അത് ഇപ്പോൾ തന്നെ ടേക്ക് ഓവർ ചെയ്തേക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? അല്ല, നമുക്ക് മറ്റു ലോൺ തന്നില്ലല്ലോ, അതുകൊണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു പർപ്പസ് വേണം, വെറുതെ പോയിട്ട് സ്വിച്ച് ഓവർ ചെയ്യരുത്. കാരണം ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് അതേ ബാങ്കിൽ തന്നെ സംസാരിച്ച റേറ്റ് കുറയ്ക്കാം. പക്ഷേ സ്വിച്ച് ടേക്ക് ഓവർ ചെയ്യേണ്ട സമയം എപ്പോഴേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അഡീഷണൽ എമൗണ്ട് പെട്ടെന്നൊരു ഫണ്ട് റേസിങ് വരും. അത് ചിലപ്പോൾ ആ സമയത്ത് ഈ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ചില ക്രൈറ്റീരിയ പോളിസി വെച്ചിട്ട് കിട്ടില്ല. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റും വ്യത്യാസം ഉണ്ടാവും. സ്വിച്ച് ടേക്ക് ഓവറിന് പല ബാങ്കുകളും ഓഫറുകൾ കൊടുക്കുന്നുണ്ട്, റേറ്റ് ഓഫറുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സ്വിച്ച് ഓവർ ചെയ്ത് പോകുമ്പോൾ അഡീഷണലി വരുന്ന എമൗണ്ടിന് ബെസ്റ്റ് റേറ്റ് കിട്ടും, ചിലപ്പോൾ ബെസ്റ്റ് ഫീ പ്രോസസിങ് ഫീയും കിട്ടും, പല അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പം നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാത്രം നമുക്കത് വേണമെങ്കിൽ, അല്ലാണ്ട് വെറുതെ ഒരു വൈകാരികമായിട്ടൊന്നും വെറുതെ പോയി ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. കുറച്ച് നാളെ അവിടുന്ന് പിന്നെ എടുത്ത് അടുത്ത ബാങ്കിലേക്ക് കൊടുക്കേണ്ടി വരും. അതിന് നല്ലത് നമ്മുടെ പർപ്പസ് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പം ഞാൻ ചെയ്യില്ല, താങ്കൾക്ക് ഇപ്പം താങ്കൾ സംസാരിക്കുന്നത് വൈകാരികമായിട്ടാണ്, നമുക്ക് മാറിക്കഴിയുമ്പോൾ ശരിയായി കൊടുക്കും. കാരണം എനിക്ക് മെച്ചമുള്ള കാര്യമാണ് ആ ലോൺ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യത്തില്ല. ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ ഒരു ചോദ്യം ഹിഡൻ ചാർജസ് ആണ്. ഹിഡൻ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിനകത്ത് എന്തെല്ലാം ചാർജസ് വരുമെന്ന്. കാരണം പലപ്പോഴും അത് ആസ് എ കൺസൾട്ടൻറ്റ് ചിലപ്പോൾ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ പലതും പറഞ്ഞില്ല എന്ന് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് അവെയർ ഉണ്ടാവും എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. അതിനും നല്ലത് കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കസ്റ്റമറോട് പറയും, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഡക്റ്റ് എല്ലാം അറിയാവുന്ന കാരണം എനിക്കിതെല്ലാം സിമ്പിളാണ്. പക്ഷെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ
എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അത് പറഞ്ഞുതരാൻ. അപ്പോൾ ചാർജസ് ചോദിക്കണം, നമ്മൾ ഒരാളോട് ചോദിക്കണം ഈ ലോണുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചാർജസ് വരും. നോർമലി നമുക്ക് വരുന്ന ചാർജസ് പ്രോസസ്സിംഗ് ഫീ വരും, ലീഗൽ ചാർജസ്, ടെക്നിക്കലി ചില ബാങ്ക്സ് ഇതെല്ലാം കൂടി ഒന്നിച്ച് വാങ്ങിക്കും. ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നതാണ് മെമ്മോറാണ്ടം ഓഫ് ഡെപ്പോസിറ്റ്, MOD ചാർജസ്. അതായത് നമ്മൾ ആധാർ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കണം, വെറുതെ പ്ലെയിൻ സ്റ്റാമ്പ് പേപ്പറാണ് വാങ്ങിക്കണേ. അപ്പോൾ അതിൻ്റെ ചാർജസ് ഇതൊന്നും പലപ്പോഴും ലാസ്റ്റ് ടൈമിലാണ് ഈ ചാർജസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഹിഡൻ ചാർജസ് എന്ന് പറഞ്ഞ സെന്റൻസ് മാറി കിട്ടും. ഇത് നമ്മൾ ലാസ്റ്റ് പറയുമ്പോഴാണ് കസ്റ്റമർ പറഞ്ഞത് ഇത് നിങ്ങൾ ഇനീഷ്യലി പറഞ്ഞിട്ടില്ല ഹിഡൻ ചാർജ്. അങ്ങനെയല്ല ഹിഡൻ ചാർജ് നമ്മളുടെ അവയർനെസ് കുറവും നമ്മൾ എൻക്വയറി ചെയ്യാത്തത് മൂലം സംഭവിക്കുന്നതാണ്. ചോദിച്ചതെല്ലാം പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചാർജസ് എന്തെല്ലാണെന്ന് ചോദിച്ചു വെച്ചാൽ ഈ പറയാത്ത ചാർജ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാം ആ കാശ് കയ്യിൽ നിന്ന് എടുത്തോ, കാരണം എന്നോട് പറഞ്ഞിട്ടില്ല. അതിന് കസ്റ്റമർക്ക് റൈറ്റ് ഉണ്ട്. അപ്പോൾ ലോൺ എടുക്കുന്ന ആള് ലോണുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജസിനെ പറ്റി അന്വേഷിക്കുക, അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യകതയാണ്. ചോദിക്കുക, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക, നമ്മൾ മടിക്കരുത്. ധൈര്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ചോദിക്കുക. പിന്നെ ഉണ്ടല്ലോ ചേട്ടാ, ഇപ്പൊ പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട് ലാൻഡ് വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടുമോ ലോൺ എന്നുള്ളത്. അതെന്തായിരിക്കും അതിന്റെ ഒരു പ്രൊസീജിയർ? അങ്ങനെ കിട്ടുമോ ശരിക്കും? ലാൻഡ് വാങ്ങിക്കാൻ കിട്ടും. ലാൻഡ് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ പല കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ലാൻഡ് ശരിക്കും പറഞ്ഞ വീട് പണിയാൻ വേണ്ടിയിട്ട് ലാൻഡ് മേടിക്കാനാണ് ലോൺ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 ഇയറിനുള്ളിലോ വീട് പണിതിരിക്കണമെന്നുള്ളതാണ് നിയമം. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ലോൺ ചെയ്യും. 2 or 3 ഇയേഴ്സിനുള്ളിൽ വീട് പണിതില്ല എങ്കിൽ നമ്മുടെ ലാൻഡ് ലോണിൻ്റെ റേറ്റ് മാറും, കൊമേഴ്ഷ്യൽ റേറ്റിലേക്ക് പോകും. അതർവൈസ് അത് മറ്റേ റെസിഡൻഷ്യൽ നമ്മൾ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ പോകും. പിന്നെ പല ബാങ്ക്സ് ഈ നമ്മൾ കമ്പൈൻഡ് ലോണേ കൊടുക്കത്തുള്ളൂ. ലാൻഡ് പർച്ചേസ് ചെയ്യാനായിട്ടൊരു ലോൺ ആ ടൈമിൽ തന്നെ ആ ലോണിൻ്റെ കൂടെ തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് വെച്ചിട്ട് എത്ര രൂപയുടെ വീടാണ് വെക്കുന്നതെന്ന് വെച്ചാൽ അതിനോട് ഒരു എമൗണ്ട് ചേർത്തിട്ട് ഒറ്റ ലോൺ ആയിരിക്കും സാങ്ഷൻ ചെയ്യണേ. പക്ഷേ ചില ബാങ്ക്സ് ഓൺലി ലാൻഡ് പർച്ചേസിന് മാത്രമായിട്ട് ലോൺ തരും. പിന്നീട് നമ്മൾ വീട് പണിയാൻ നേരത്ത് ഈ ലാൻഡ് കൺസ്ട്രക്ഷൻ ലോണും ലാൻഡ് ലോണോടും കൂടി ഒറ്റ ലോൺ ആക്കിയിട്ട് അത് ഒറ്റ ഹോം ലോൺ ആക്കി മാറ്റുകയും ചെയ്യും. ഇപ്പൊ ചേട്ടൻ കുറേ ക്ലയൻസിനെ ഡീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കൊടുത്തൊരു ഹോം ലോൺ ഏതായിരിക്കും? എത്ര ടൈം കൊണ്ട് ചേട്ടൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നിമ്മി തന്നെ ഈ ചോദ്യം ചോദിക്കണോട്ടോ, വേറെ ആരും ചോദിക്കുന്നത് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്തേക്കണേ പല ലോൺസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഡേയിലൊക്കെ നമ്മൾ ലോൺ സാങ്ഷൻ ചെയ്ത് ഡിസ്ബേഴ്സ് ചെയ്ത കേസുകളുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നിയത് നിമ്മിയായിട്ട് ചെയ്തൊരു കേസാണ്, ആലുവയിലെ കേസ്. അപ്രതീക്ഷിതമായിട്ട് വൈകിട്ട് കസ്റ്റമറോട് വന്നിരിപ്പുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ വന്ന് കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 50 ലക്ഷം രൂപ 50 ലക്ഷം രൂപ അഡ്വാൻസ് തരാൻ അദ്ദേഹം റെഡിയാണ്. 3.5 കോടിയുടെ പ്രോപ്പർട്ടി, സെല്ലർ വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എഗ്രിമെന്റ് വെച്ച് പോകുന്നു. 3 മാസം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. സെല്ലർ 3 മന്ത്സ് കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് പോലും അറേഞ്ച് ചെയ്തേക്കണം അല്ലേ, ആ രീതിയിലായിരുന്നു. പക്ഷെ അത് എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ഒറ്റ ആഴ്ചക്കുള്ളിൽ തീർത്ത് സെല്ലറും ബയറും ഹാപ്പിയായി പോയ ഒരു സംഭവം ഉണ്ടല്ലോ. എഗ്രിമെന്റ് അടക്കം നമ്മളെല്ലാം അവിടെ ഇരുന്ന് തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യിപ്പിച്ചു. ആൾക്കാരെല്ലാവരും വിളിച്ചു വരുത്തി ഒരു ഡൈനിങ് ടേബിളിന് മുമ്പിൽ ഇരുന്ന് വൈകുന്നേരം ആയിപ്പോക്കും ലോണിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ഒരുവിധം സെറ്റായി. 2 ഡേയ്സിനുള്ളിൽ എനിക്ക് തോന്നുന്നു 2 ഡേയ്സിനുള്ളിൽ ലോണിന്റെ ഡിസ്ബേഴ്സ്മെന്റ് ഹാപ്പൻസ് ആയി. ലീഗലെല്ലാം ചെക്ക് ചെയ്തു. എനിക്കത് ഭയങ്കര സ്റ്റോറി ആയിട്ട് തോന്നി. കാരണം ആ സെല്ലറും അതുപോലെ ബയറും രണ്ടുപേരും എന്നോട് സംസാരിച്ചത് അത്രയും ഹാപ്പി ആയിട്ടാണ്. സെല്ലർ പറഞ്ഞ് പുള്ളി 3 മാസം ടൈം എടുത്തിട്ടാണ് ഈ പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടി ലോൺ എടുത്തത്. ഞാൻ അത് കാരണം കാനഡയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടുള്ള 3 മന്ത്സ് കഴിഞ്ഞുള്ള ടിക്കറ്റ് കൂടി ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നേക്കണേന്ന് പറഞ്ഞു. അതെല്ലാം പുള്ളിക്ക് ലാഭമായെന്ന് ഓർത്ത്. അപ്പോൾ ഉണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അത് നിമ്മയായിട്ട് കൂടി ചെയ്തതുകൊണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെക്കാളൊക്കെ ഹാപ്പി ഞാനാണ്. കാരണം അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഡിസംബർ മാസത്തിൽ ലാസ്റ്റിൽ നടക്കുന്ന ഡീലാണ്. അപ്പോൾ എല്ലാം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ബയ്യർ ഇതിനു വേണ്ടി ദുബായിൽ നിന്ന് വന്നിരിക്കുന്നു, സെല്ലർ പുറത്തുനിന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ നിൽക്കണു. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എല്ലാം സെറ്റായി കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം അവർക്ക് ലോണിനെ കുറിച്ച് അറിയണം. അപ്പം ഞാൻ ശരിക്കും ചേട്ടനെ അന്ന് വിളിച്ചു. അന്ന് ചേട്ടൻ വന്നുകൊണ്ട് മാത്രമാണ് ആ ഡീല് നടന്നത്. അതർവൈസ് ആ ഡീൽ നടക്കില്ല. എന്താ ചെയ്യുന്നത്? പിന്നെ അവർ പോവും, പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് പോവും. ചേട്ടൻ വന്നു, കാര്യങ്ങൾ ചെയ്തു, പെട്ടെന്ന് അഡ്വാൻസ് കൊടുപ്പിച്ചു. അങ്ങനെ പെട്ടെന്ന് നടന്ന് എനിക്ക് തോന്നുന്നു ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളന്ന് ലഞ്ചൊക്കെ കഴിച്ച് എല്ലാവരും പിരിയും ചെയ്തു. ശരിക്കും അത് ഞങ്ങൾക്കും ആ വർഷത്തിലേറ്റവും ഒരു നല്ലൊരു ഡീലായിരുന്നു. അല്ല, എനിക്ക് പലപ്പോഴേ ഇപ്പം നിമ്മയായി ചേർന്ന് ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടി വരുമ്പോൾ മെയിനായിട്ട് അവർക്ക് പല പ്രോപ്പർട്ടീസും ഈ പ്രോപ്പർട്ടി അഡ്വാൻറ്റേജ് എന്താ മറ്റുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ്, അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയ റേറ്റ്, അഡ്വാൻറ്റേജ്. അപ്പം നിമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ പറ്റും.
അപ്പോഴായിരിക്കും അവർക്ക് അതേ സെയിം ടൈം തന്നെ ഈ പ്രോപ്പർട്ടിക്ക് ലോൺ കിട്ടുമോ, ഇതിന് ലീഗൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, വാല്യുവേഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി അവർക്ക് പിന്നീട് ആലോചിക്കേണ്ടത്. നമ്മൾ രണ്ടുപേരും കൂടി കസ്റ്റമർ മീറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ സൊല്യൂഷൻസും സൂപ്പർ മാർക്കറ്റ് പോലെ നമ്മുടെ ഇത് റെഡിമെയ്ഡാണ്. അപ്പോൾ അവർക്കെല്ലാം ഇൻ ടൈം തന്നെ ആ അറ്റ് എ ടേബിൾ അവർക്ക് ഇതെല്ലാ കൺഫ്യൂഷൻസും തീരും. പിന്നീട് അവരതിൽ നിന്ന് ഫ്രീ ആവാണ്. അപ്പോൾ അവരത് ഫ്രീ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ പലപ്പോഴും ലീഗൽ ഡോക്യുമെന്റ്സ് പലപ്പോഴും പല കസ്റ്റമറിനും അറിയൂല ഇതിനകത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടി വരും. ഒരു ഈസിയിൽ ചിലപ്പോൾ കോർട്ടിൻ്റെ ഡോക്യുമെന്റ്സ് ഉണ്ടാവും, കോർട്ടിൽ നിന്ന് എടുക്കേണ്ടതാവും, ചിലപ്പോൾ റവന്യൂ ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഇതൊക്കെ എവിടെ പോയി കിട്ടും, ഇത് എടുക്കണം, ഇതൊന്നും അവർക്കറിയില്ല. ചിലപ്പോൾ സെല്ലർ പുറത്തായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആസ് എ കൺസൾട്ടൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അവർ ഇതിനെപ്പറ്റിയൊന്നും ബോധറിയേ വേണ്ട. ലീഗൽ ഡോക്യുമെന്റേഷൻ എന്തൊക്കെ വേണമെന്നേ അവർ ചിന്തിക്കുകയേ വേണ്ട. കാരണം അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും പക്കയാക്കി അവർ ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടി ബാങ്കിലേക്ക് വന്നാൽ. എൻ്റെയും ഒരു വിശ്വാസം അതാണ്. ഇപ്പം ഞാനൊരു കേസ് നടക്കുമ്പോഴും എസ്പെഷ്യലി ഇങ്ങനത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വീടുകൾ, ബിൽഡറുടെ നമുക്ക് പിന്നെ അത്രയും തലവേദനകളില്ല. ബിക്കോസ് അതിനെല്ലാം ഉണ്ട്, ക്ലിയർ ആണ്, ആൾക്കാരും ഉണ്ട്. ഇൻഡിപെൻഡന്റ് വീടുകൾ വരുമ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ അപ്പം തന്നെ എനിക്ക് ചേട്ടനുള്ളതാണ് ശരിക്കും എൻ്റെ ധൈര്യം. നമ്മൾ ആ ഇൻഡിപെൻഡന്റ് വീടുകൾ ചെയ്യുമ്പോൾ ചേട്ടനെ ഏൽപ്പിച്ചാൽ പിന്നെ എൻ്റെ പരിപാടി കഴിഞ്ഞു, ബാക്കി ചേട്ടൻ ഹാൻഡിൽ ചെയ്തോളൂ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, അത് അവർ കമ്പൈൻ അതിന് ഞാൻ പറഞ്ഞത് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവണം. അപ്പം ഞാനിപ്പോൾ പോഡ്കാസ്റ്റിൽ വന്ന് സംസാരിക്കുമ്പോൾ പോലും ഒന്ന് അറിയാം, നമ്മൾ ഈ നിമ്മയുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള പല പ്രോപ്പർട്ടീസും എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അല്ലേ നമ്മൾ റെഫർ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് അത്രയും കോൺഫിഡൻറ്റോടുകൂടി പറയാൻ കാരണം നിമ്മയുടെ അടുത്ത് വരുന്ന ക്ലയൻസ് അത്രയും പോസിറ്റീവായിട്ടുള്ള ക്ലയൻസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ആരെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ കൊണ്ടുവന്നിട്ട് അല്ലെ കണക്ട് ചെയ്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ സെഗ്മെന്റ് ഉണ്ട്, അതിനകത്ത് അവർക്കേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവരുടെ പണിയാണ്, അത് അവരെ ഏൽപ്പിക്കുക. പ്രോപ്പർട്ടി വിൽക്കുക എന്നുള്ളത് താങ്കളുടെ പണിയാണ്, താങ്കളെ ഏൽപ്പിക്കുക. ലോൺ കൊടുക്കുക എന്നുള്ളത് എൻ്റെ പണിയാണ്, അത് ഞാൻ ഡീസൻ്റ് ആയിട്ട് ചെയ്യാം. ചേട്ടാ, ഒരാള് ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ പോകുമ്പോൾ അയാളൊരു ലോൺ എടുത്ത് മേടിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗോൾഡൻ ടിപ്പ് എന്താണ് ചേട്ടൻ്റെ? ഞാൻ ലോൺ എടുക്കാൻ വേണ്ടി മേടിക്കാൻ വേണ്ടി വരുന്ന ആൾക്ക് മാത്രമായിട്ട് ഞാൻ ടിപ്പ് പറയൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ പോണ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ടിപ്പ് എന്ന രീതിയിൽ ഞാൻ പറയുള്ളൂ. ഒന്ന്, അവർ പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടി ലോൺ എടുത്താണ് മേടിക്കണമെങ്കിൽ അവർക്ക് അതിൻ്റെ ലീഗൽ സൈഡ് അവർക്കത് ക്ലിയറായി കിട്ടും. രണ്ട്, അവരിനി ലോൺ ഇല്ലാണ്ടാണ് മേടിക്കുന്നതെങ്കിലും അവർ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മേടിക്കുന്ന അസറ്റ്, അതായത് പ്രോപ്പർട്ടി നമ്മൾ മറ്റുള്ള പോലെ എന്നും മേടിച്ച് വിൽക്കാൻ പറ്റുന്ന സാധനമല്ല, അത് അവരുടെ ഭാവി തലമുറ കൂടി ഉപകാരപ്രദമാകുന്ന ഒരു സാധനമല്ല. ലോൺ ഇല്ലാണ്ടാണ് മേടിക്കുന്നതെങ്കിലും ഒരു കൺസൾട്ടൻറ്റ് വഴി മേടിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ലോൺ കൺസൾട്ടൻ്റൊക്കെ ആകുമ്പോൾ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ട ലോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ ലീഗൽ അവരെത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് സെല്ലർ പറഞ്ഞാലും അതിൽ പല ഡോക്യുമെൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻറ്റ് പിന്നീട് ഈ പ്രോപ്പർട്ടി അവരുടെ ഭാവി തലമുറ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് പഴയ സെല്ലറിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ ഒരു കൺസൾട്ടൻറ്റ് വഴി അതിൻ്റെ ലീഗൽ സൈഡ് എല്ലാം സ്ക്രൂട്ടനൈസിങ് ചെയ്ത് അതിൻ്റെ വാല്യുവേഷൻ എല്ലാം ചെക്ക് ചെയ്ത് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മേടിക്കാൻ വേണ്ടി ഞാൻ പറയും. അതാണ് എനിക്കൊരു മേടിക്കാൻ പോകുന്ന ആളോട്, ലോൺ എടുത്ത് മേടിക്കാൻ പോകുന്ന ആളോട്, പ്രോപ്പർട്ടി മേടിക്കാൻ പോകുന്ന ആളോട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി അറിഞ്ഞ് ടൈം എടുത്ത്, വേറെ മറ്റേ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴല്ല, നമ്മൾ ടൈം എടുത്ത് മനസ്സിലാക്കി അറിഞ്ഞ് തന്നെ മേടിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. പ്രോപ്പർട്ടി നമ്മളതിനെപ്പറ്റി മനസ്സിലാക്കണം. പല ആളുകളും അതിന് അത്ര ഗൗരവം കാണിക്കൂല, പക്ഷെ അത് പിന്നീട് നമുക്ക് തന്നെ അറിയാം. പല ആളുകളും ഇപ്പോൾ പല പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സും വെച്ചിട്ട് അവർക്ക് ട്രാൻസാക്ഷൻ ബുദ്ധിമുട്ടുള്ളത് നമ്മളെല്ലാവരും മാർക്കറ്റിൽ കാണുന്നതാണ്. എത്രയോ പേരുടെ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നു. അത് അവരുണ്ടാക്കി വെച്ചതല്ല, അവരുടെ തലമുറ അല്ലെങ്കിൽ അവരുടെ ഈ പ്രോപ്പർട്ടി വന്നു ചേർന്നവർ അത് പ്രോപ്പർലി ഡോക്യുമെന്റേഷൻ ചെയ്യാത്തതുകൊണ്ട് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. വീണ്ടും നമ്മളത് ക്യാരി ഫോർവേഡ് ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ക്ലിയർ ആക്കി എല്ലാ കാര്യങ്ങളും സമയം എടുത്തിട്ടാണെങ്കിൽ നമ്മൾ പഠിച്ച് ചെയ്യുക. അതാണ് എന്ത് കാര്യവും മനസ്സിലാക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുന്നത് അതൊരു അസറ്റാണ്. എനിക്കതാണ് എല്ലാവരോടും ഉള്ള ഒരു നിർദ്ദേശം. അപ്പോൾ ചേട്ടാ, ഒരുപാട് സന്തോഷം നമുക്കൊരു പോഡ്കാസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയതിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും നോക്കിയിട്ട് ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലയൻസിൽ നിന്ന് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് പിന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ ഒരു എന്താ പറയുക കരിയറിൻ്റെ വേറൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. ക്യാപ്റ്റൻ 9 എന്ന് പറഞ്ഞൊരു സ്ഥാപനമൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ നല്ല വിജയകരമാവട്ടെ ആ സ്ഥാപനം. നമ്മുടെ അസോസിയേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. നിമ്മി, ഒത്തിരി താങ്ക്സ് ഉണ്ട്. വേറൊന്നിനുമല്ല, എനിക്ക് ഈ അവസരം തന്നതിൽ. അപ്പോൾ നിമ്മി വിചാരിച്ചു ഞാൻ ഇവിടെ വന്നിട്ട് ലോണിനെ പറ്റി എല്ലാവർക്കും കൂടി വേണ്ടി നല്ലൊരു ഇൻഫർമേഷൻ കൊടുത്തതിൽ. അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒത്തിരി കസ്റ്റമേഴ്സിന് അറിയില്ല ഞാൻ
HDFC റിസൈൻ ചെയ്ത കാര്യം, കഴിഞ്ഞ മാസം റിസൈൻ ചെയ്ത പല ആളുകളും പല ആവശ്യത്തിനും ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ റിസൈൻ ചെയ്ത കാര്യം ഒന്നും അവരോട് പറഞ്ഞിട്ടില്ല. അവരെന്താണോ റിക്വയർമെന്റ് ഞാനത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റാഫ് എന്ന രീതിയിൽ നിന്നാണ് റിസൈൻ ചെയ്തേക്കണം. ഞാൻ ഇപ്പോഴും HDFC ആയിട്ട് കൺസൾട്ടന്റ് ആണ്, അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലോൺ കൊടുത്ത കസ്റ്റമർക്ക് ഇനിയും സർവീസ് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ HDFC ഇറങ്ങിയെന്ന് വിചാരിച്ച് അവരവരുടെ സർവീസിന് വേണ്ടി എന്നെ വിളിക്കാൻ മടിക്കേണ്ട കാര്യങ്ങളില്ല. അതുകൂടാതെ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ എൻ്റെ കമ്പനിയുടെ പേരും എൻ്റെ ഫോൺ നമ്പറും എല്ലാം ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യണേ. അതുകൊണ്ട് എല്ലാ ബാങ്കിൻ്റെ, ഇപ്പോൾ ഞാൻ HDFC വർക്ക് ചെയ്യുന്നതുകൊണ്ട് പലർക്കും വേറെ ബാങ്കിൽ ലോൺ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കില്ലല്ലോ, വേറെ ബാങ്കിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള. ഇനി അതിൻ്റെ ആവശ്യമില്ല. വേറെ കാർ ലോണോ, പേഴ്സണൽ ലോണോ, എഡ്യൂക്കേഷൻ ലോണോ, ബിസിനസ് ലോണോ, എന്ത് ലോൺ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ ഡീറ്റെയിൽസ് ഈ പോഡ്കാസ്റ്റിൽ തന്നെ ഉണ്ട്. എൻ്റെ നമ്പർ ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനകത്ത് കളക്ട് ചെയ്യാം. ഇങ്ങനെ ഇത്രയും ഒരു വിസിബിലിറ്റി എനിക്ക് തന്നതിനും അതിനോട് എന്നെ പരിഗണിച്ചതിനും ഭൂമിയോട് ഞാൻ ഒത്തിരി നന്ദിയുണ്ട്. വൺസ് അഗൈൻ വീണ്ടും ആളുകൾക്ക് സംശയങ്ങൾ കൂടുതൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എനിക്ക് വീണ്ടും അവസരം തരും. അപ്പൊ താങ്ക് യു വെരി മച്ച്.